ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതികമാ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2026 ആഗസ്റ്റ് 17 ചിങ്ങ രവി സംക്രമമാണ്. അതായത് സൂര്യൻ ചിങ്ങരാശിയിലേക്ക് രാശി മാറുന്നു. സൂര്യൻ ചിങ്ങരാശിയിൽ കേതുവുമായിട്ട് യോഗം വരുന്നു. അപ്പോൾ സൂര്യൻ്റെ രാശി മാറ്റവും സൂര്യനും കേതുവുമായിട്ടുള്ള യോഗവും ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും ഏത് രീതിയിൽ സ്വാധീനിക്കും എന്നുള്ളതിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. ആഗസ്റ്റ് 17 രാവിലെ 7:58 സൂര്യൻ ചിങ്ങരാശിയിലേക്ക് രാശി മാറുന്നു. അതായത് മലയാളം കലണ്ടർ പ്രകാരം കൊല്ലവർഷം 2202 ആണ്ട് ആരംഭിക്കുന്ന ദിവസമാണ് ചിങ്ങം 1 എന്ന് പറയുന്നത്. ഇപ്പോൾ ചിങ്ങരാശി സൂര്യൻ്റെ രാശിയാണ്, സൂര്യൻ്റെ സ്വക്ഷേത്രമാണ്, മൂലത്രികോണ രാശിയാണ്. അതുപോലെ കാലപുരുഷൻ്റെ 5ാം ഭാവ രാശിയാണ് ഈ ചിങ്ങരാശി. അപ്പോൾ സൂര്യൻ്റെ സാമ്രാജ്യമാണ് ചിങ്ങം രാശി എന്ന് പറയുന്നത്. അതായത് ഗ്രഹങ്ങളുടെ രാജാവായിട്ടുള്ള സൂര്യൻ തൻ്റെ സാമ്രാജ്യത്തിൽ വിസിറ്റ് ചെയ്യുന്ന സമയം. ഇപ്പോൾ ചിങ്ങരാശിയിൽ കേതുവും സൂര്യനുമായിട്ട് യോഗം വരികയാണ്. അപ്പോൾ പ്രത്യേകിച്ച് അത് അത്യപൂർവമായിട്ടുള്ള ഒരു യോഗമായിട്ട് നമുക്ക് കാണാം. അതായത് ചിങ്ങം രാശിയിൽ സൂര്യൻ സെപ്റ്റംബർ 16 വരെ ഉണ്ടാകും. അപ്പോൾ പൊതുവെ ആത്മകാരകനാണ് സൂര്യൻ, മോക്ഷകാരകനാണ് കേതു. അപ്പോൾ 2 ഗ്രഹങ്ങൾ ചിങ്ങരാശിയിൽ യോഗം ചെയ്യുമ്പോൾ പൊതുവെ നമുക്ക് ആത്മീയമായിട്ടുള്ള ഒരു ഉണർവിൻ്റെ സമയമെന്ന് പറയാം. ആത്മീയമായിട്ടുള്ള ബലത്തിൻ്റെ ഒരു സമയമാണ്. ഇന്നർ സ്പേസ് വികസിക്കുന്ന സമയമാണ്. അതുപോലെ തന്നെ പ്രൊഫഷണൽ ലൈഫിലും പേഴ്സണൽ ലൈഫിലും വലിയ ഒരു മാറ്റത്തിൻ്റെ സമയമെന്ന് പറയാം. ഇപ്പോൾ ഉയർന്ന അധികാരം, പദവി ഒക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ ഇഗോയിസ്റ്റിക് ആയിട്ടുള്ള ടെൻഡൻസിയിൽ ഒരു സഡൻ ആയിട്ടുള്ള മാറ്റം അവർക്കുണ്ടാകാൻ ചാൻസ് ഉണ്ട്. വിനയം, എളിമ ഇവയാണ് ആവശ്യമെന്നുള്ള ഒരു തിരിച്ചറിവ് അവർക്ക് ഈ സമയത്ത് ഉണ്ടാകും. ഇപ്പോൾ പൊതുവെ നമുക്ക് വർക്കിലൊക്കെ ഫോക്കസ് കൂടുന്ന സമയമാണ്. അറിവും അനുഭവങ്ങളും ഒക്കെ ആർജിക്കുന്ന സമയമായതുകൊണ്ട് എന്തിലും ഒരു ശുഭാപ്തി വിശ്വാസം, കോൺഫിഡൻസ് ലെവലൊക്കെ ഈ സമയത്തുണ്ടാകും. ഈ പൊതുവെ എല്ലാവരുടെയും കാഴ്ചപ്പാട്, അവരുടെ വിഷൻ ഇവയ്ക്കെല്ലാം സഡനായിട്ട് മാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയമായിരിക്കും സൂര്യനും കേതുവുമായിട്ട് ചിങ്ങൻ രാശിയിൽ യോഗം ചെയ്യുക വഴി ഉണ്ടാകും. അപ്പോൾ എങ്ങനെയായിരിക്കും സൂര്യനും കേതുവും യോഗം ചെയ്യുമ്പോൾ ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും അത് സ്വാധീനിക്കുന്നുവെന്ന് നോക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ മേടം, ഇടവം, മിഥുനം, കർക്കിടക കൂറുകാർക്കും ലഗ്നക്കാർക്കും സൂര്യൻ്റെ രാശി മാറ്റവും സൂര്യൻ ചിങ്ങൻ രാശിയിലെ രാശി കേതുവുമായിട്ട് യോഗം ചെയ്യുക വഴി ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് മേടകൂറുകാർക്കും മേട ലഗ്നക്കാർക്കും, അതായത് അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽ പെടുന്നവർക്ക്. ഇപ്പം മേടകൂറുകാർക്കും മേടലഗ്നക്കാർക്കും ആഗസ്റ്റ് 17 സൂര്യൻ അവരുടെ 5ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. സൂര്യൻ 5ാം ഭാവാധിപനാണ്. 5ാം ഭാവാധിപൻ 5ലേക്ക് രാശി മാറുന്നു. സെപ്റ്റംബർ 16 വരെ ആ 5ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ 5-ൽ അവിടെ കേതു നിൽക്കുന്ന സമയമാണ്. ആത്മകാരകനായിട്ടുള്ള സൂര്യനും അതുപോലെ മോക്ഷകാരകനായിട്ടുള്ള കേതുവും 5-ൽ യോഗം ചെയ്യുന്ന സമയമാണ്. 5 പറയുമ്പോൾ അത് ഒരു പൂർവ പുണ്യ സ്ഥാനമാണ്, മന്ത്രസിദ്ധിയുടെ സ്ഥാനമാണ്, ക്രിയേറ്റിവിറ്റിയുടെ സ്ഥാനമാണ്, ബുദ്ധിശക്തിയുടെ സ്ഥാനമാണ്. അതുപോലെ തന്നെ പ്രണയചിന്തയുടെ സ്ഥാനമാണ്. അതുപോലെ സ്പെക്കുലേഷൻ്റെ സ്ഥാനമാണ്, സന്താനത്തിൻ്റെയൊക്കെ സ്ഥാനമാണ് ഈ 5ാം ഭാവരാശി. അപ്പോൾ ഇവയൊക്കെ ആയിരിക്കും ഈ സൂര്യൻ്റെ രാശി മാറ്റവും സൂര്യനും കേതുവുമൊക്കെ യോഗം ചെയ്യുക വഴി ഈ ഏരിയകളിലായിരിക്കും ഏറ്റവും കൂടുതൽ സ്വാധീനം ഉണ്ടാവും. ഇപ്പം പൊതുവെ നമുക്ക് ഈ കുറുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കഴിവുകൾ അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്ന സമയമാണ്. അവരുടെ ക്രിയേറ്റീവ് തലത്തിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂല സമയമായിരിക്കും. പക്ഷേ അവർക്ക് ഇഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ഈ സമയത്ത് ഉണ്ടാകാതെ നോക്കണം. പ്രത്യേകിച്ച് 5-ൽ അവിടെ കേതു നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ആത്മീയ തലത്തിലൊക്കെ വളരെ ഫോക്കസ് കൂടുന്ന സമയമാണ്.
മന്ത്രങ്ങൾ, അതുപോലെ ഉപാസനാദി കാര്യങ്ങളിലൊക്കെ വളരെ ശ്രദ്ധ കൊടുക്കുന്ന സമയമായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്കും അനുകൂല സമയമാണ്. അപ്പോൾ അത് പ്രത്യേകിച്ച് അവർ ആഗ്രഹിക്കുന്ന തലത്തിൽ അവർക്ക് ആ പഠനത്തിൽ ഒരു മുന്നേറ്റം കൊണ്ടുപോകാൻ കഴിയും. അത് പൊതുവെ അവർക്ക് ഡിവൈൻ തോട്ടൊക്കെ കൂടുന്ന സമയമായതുകൊണ്ട് പഠനത്തിൽ ഗുണാനുഭവം ഉണ്ടാകും എന്ന് പറയാം. അപ്പോൾ സർക്കാർ നടത്തുന്ന ഉയർന്ന പരീക്ഷകളിലൊക്കെ അപ്പിയർ ചെയ്യുന്നവർക്ക് അതും അനുകൂലമായിട്ടുള്ളൊരു സ്ഥിതിയാണ് 5-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ 5-ൽ വരിക വഴി ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ സ്പെക്കുലേറ്റീവ് ബിസിനസ്സിൽ നമ്മൾ അല്പം, അതുപോലെ റിസ്കി സംരംഭങ്ങളിൽ അല്പം കെയർ വേണം. പ്രത്യേകിച്ച് 5-ൽ കേതുവും കൂടെ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ കഴിവതും നമ്മൾ സ്പെക്കുലേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈ സമയത്ത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അതുപോലെ സർക്കാർ സർവീസിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തൊഴിൽ തലത്തിലൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകും. പക്ഷേ അധികാര തലത്തിൽ, അധികാര സ്ഥാനത്ത് കൂടുതൽ വിനയം, അതുപോലെ മറ്റുള്ളവരോട് ഒരു അനുകമ്പ മനോഭാവമൊക്കെ ഈ സമയത്ത് പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥരുടെ തലത്തിൽ ഉണ്ടാകേണ്ടുന്ന സമയമാണ്. അവർക്ക് അല്പം ക്ഷമയൊക്കെ വേണം. ഈഗോ ടെൻഡൻസിയൊക്കെ ഈ ഉദ്യോഗ തലത്തിലുള്ളവർ ഈഗോ ടെൻഡൻസി ഒഴിവാക്കേണ്ടുന്ന സമയം കൂടിയാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ആത്മീയ വിഷയങ്ങളിൽ, ഉപാസനാദി കാര്യങ്ങളിൽ ഒക്കെ തന്നെ നമുക്ക് മന്ത്ര സിദ്ധി ഒക്കെ ഉണ്ടാകാവുന്ന സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കുക. ഇപ്പോൾ സന്താനങ്ങൾക്കൊക്കെ അവരുടെ ആത്മീയ കാര്യങ്ങളിലൊക്കെ താല്പര്യം ഉണ്ടാകും. അവർക്ക് ഉയർന്ന തലത്തിലൊക്കെ ബിഹേവ് ചെയ്യാനൊക്കെ കഴിയും. പക്ഷേ ഈ സന്താനങ്ങളുമായിട്ട് നമ്മൾ ഇടപഴകുമ്പോൾ പ്രത്യേകിച്ച് അവരോട് നമ്മൾ ശത്രുതാ മനോഭാവം ഉണ്ടാകാതെ വളരെ പൊളൈറ്റ് ആയിട്ടുള്ളൊരു മനോഭാവം അവരുടെ ഭാഗത്ത്, ഈ കൂറുകാരുടെ ഭാഗത്ത് ഉണ്ടാകണം. അതുപോലെ ചിലരെ സംബന്ധിച്ചിടത്തോളം ഈ പ്രണയചിന്തയൊക്കെ ഉണ്ടാകും. എങ്കിലും കമിതാക്കൊക്കെ ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ആ പ്രണയബന്ധത്തിന് പ്രയാസങ്ങളുണ്ടാകും. ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും അത് അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സ്ഥിതിയാണ് കാണുന്നത്. അപ്പോൾ തെറ്റിദ്ധാരണകളൊക്കെ ഒഴിവാക്കണം. പൊതുവെ ഒരു പക്വതയൊക്കെ വേണ്ടുന്ന സമയമാണ് പ്രത്യേകിച്ച് കമിതാക്കളെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ നമ്മൾ സന്താനങ്ങളുമായിട്ടും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ നോക്കണം. സൂര്യൻ്റെ ദൃഷ്ടിയൊക്കെ 11-ലുള്ള സമയമാണ്. 11-ൽ രാഹുവുണ്ട്. 11 നേട്ടത്തിൻ്റെ സ്ഥാനമാണ്. അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വിവിധ സോഴ്സുകളിൽ നിന്നൊക്കെ ധനാഗമം ഉണ്ടാകും. ആഗ്രഹങ്ങൾ നിവർത്തിക്കുന്നതിനുള്ള ശ്രമമൊക്കെ ഉണ്ടാകും. സാമ്പത്തികമായിട്ടുള്ള സ്ഥിതിയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ അനുകൂല സമയമാണ്. അതേസമയം സൂര്യൻ 11 നിൽക്കുന്ന രാഹുവിനെ ദൃഷ്ടി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളെ ഫ്രണ്ട്സ്, അതുപോലെ നമ്മുടെ സാമൂഹ്യ ബന്ധങ്ങൾ, ഇവരുമായിട്ടൊക്കെ നമുക്ക് ചില ഗുണാനുഭവങ്ങളൊക്കെ ഉണ്ടാകും. എങ്കിലും ചിലപ്പോൾ നമുക്ക് ഫ്രണ്ട്ഷിപ്പ് തലത്തിലൊക്കെ അല്പം അഭിപ്രായ വ്യത്യാസങ്ങൾ ഈ സമയത്തുണ്ടാകാൻ സാധ്യതയുണ്ട്. സൂര്യൻ്റെ ദൃഷ്ടി 11 നിൽക്കുന്ന രാഹുവിൽ വരിക വഴി. അതുപോലെ തന്നെ നമുക്ക് പൊതുവെ നിയമവിധേയ മാർഗങ്ങളിലൂടെയൊക്കെ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്നവർക്ക് വലിയ പ്രയാസമില്ല. അതേസമയം നിയമവിധേയം അല്ലാത്ത മാർഗങ്ങളിലൂടെ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കുന്നവർ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. ചിലപ്പോൾ ഈ സുഹൃത്തുക്കളുമായിട്ടും അതുപോലെ ഈ ജോയിൻ്റ് സംരംഭങ്ങളിലുമൊക്കെ തന്നെ ധനാർജനത്തിനൊക്കെ ഒരു ശ്രമമൊക്കെ നമുക്ക് ഉണ്ടാകും. പക്ഷേ നമുക്ക് അവിടെ ഒരു കെയർ വേണ്ടുന്ന സമയമാണ്. ചിലപ്പോൾ പഴയ സൗഹൃദങ്ങളൊക്കെ പുതുക്കുന്നതിനും സമൂഹത്തിൽ ചിലപ്പോൾ ഉന്നതരായിട്ടുള്ള വ്യക്തികളെ കണ്ടുമുട്ടുന്നതിനൊക്കെയുള്ള ഒരു സാധ്യതയുണ്ട്. ചിലപ്പോൾ പഴയ സൗഹൃദം മാറി പുതിയ സൗഹൃദങ്ങളിലേക്ക് വരാനൊക്കെയുള്ളൊരു സാധ്യതയുണ്ട്. പക്ഷേ എങ്കിൽ തന്നെയും ഈ സമയത്ത് പ്രത്യേകിച്ച് 5-ാം ഭാവരാശിയിൽ സൂര്യനും കേതുവും നിൽക്കുകയും അതുപോലെ 11-ൽ രാഹുവൊക്കെ നിൽക്കുന്ന സമയമായതുകൊണ്ട് നമ്മൾ സുഹൃത്തുക്കളുമായിട്ടും അതുപോലെ തന്നെ നമ്മൾ ഈ മറ്റ് സാമൂഹ്യ സോഷ്യൽ സർക്കിളുമായിട്ടുള്ള നമ്മുടെ റിലേഷൻഷിപ്പിൽ ഒരു കെയർ വേണ്ടുന്ന സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കുക. പൊതുവെ നമുക്ക് ഈ സൂര്യൻ മൂലത്രികോണ രാശിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ആ സൂര്യൻ്റെ രാശി മാറ്റം എന്ന് പറയുന്നത് വലിയ നേട്ടങ്ങളുണ്ടാകും. പ്രത്യേകിച്ച് ത്രികോണ ഭാവാധിപനാണ്. മേടപ്പൂർകാരെ സംബന്ധിച്ചിടത്തോളം യോഗകാരകനും കൂടിയാണ് ആ സൂര്യൻ. അപ്പോൾ 5-ലേക്ക് ആ സൂര്യൻ്റെ ഇത് വരുമ്പോൾ നമുക്ക് ഗുണാനുഭവം ഉണ്ടാകും. പക്ഷേ ഇഗോയിസ്റ്റിക് ആയിട്ടുള്ള ടെൻഡൻസി ഒഴിവാക്കി വളരെ സിമ്പിളായിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരോട് ഇൻ്ററാക്ട് ചെയ്യുമ്പോൾ വളരെ പൊളൈറ്റായിട്ടൊക്കെ ബിഹേവ് ചെയ്തു പോകുന്നവർക്ക് ഈ സൂര്യൻ്റെ രാശിമാറ്റം വളരെ ഗുണം ചെയ്യും എന്ന് തന്നെ പറയാം. ഇനി നമുക്ക് ഇടവക്കൂറുകാർക്കും ഇടവലഗ്നക്കാർക്കും സൂര്യൻ ചിങ്ങം രാശിയിലേക്ക് രാശി മാറുന്നതും ചിങ്ങം രാശിയിൽ സൂര്യനും കേതുവുമായിട്ട് യോഗം ചെയ്യുന്നതും എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം.
ഇപ്പോൾ ഇടവക്കൂറുകാരെന്ന് പറയുമ്പോൾ കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 3 പാദം, അതുപോലെ രോഹിണി മകയിര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദത്തിൽ പെടുന്നവരാണ്. ഇടവക്കൂറുകാർക്കും ഇടവ ലഗ്നക്കാർക്കും സൂര്യൻ കേന്ദ്രഭാവാധിപനാണ്, 4ാം ഭാവാധിപനാണ്. അപ്പോൾ ആ 4ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ 4ാം ഭാവ രാശിയിലേക്കാണ് ആഗസ്റ്റ് 17 രാശി മാറുന്നത്. സെപ്റ്റംബർ 16 വരെ ആ 4ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ 4ാം ഭാവരാശിയിൽ ഉണ്ടാകും. അതുപോലെ 4ാം ഭാവരാശിയിൽ ഇപ്പോൾ കേതു നിൽക്കുകയാണ്. അപ്പോൾ കേതു മോക്ഷകാരകനാണ്, സൂര്യൻ ആത്മകാരകനാണ്. ആത്മകാരകനും മോക്ഷകാരകനുമായിട്ടുള്ള സൂര്യനും കേതുവും 4ാം ഭാവരാശിയിൽ യോഗം ചെയ്യുന്ന സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ 4ാം ഭാവരാശിയിലാണ് സൂര്യൻ്റെ രാശിമാറ്റം എന്നുള്ളത് കൊണ്ട് പൊതുവേ നമ്മുടെ ഫാമിലി ലൈഫ്, അതുപോലെ വീട്, വാഹനം, വസ്തുക്കൾ, അതുപോലെ നമ്മുടെ ബന്ധുക്കൾ, അതുപോലെ മാതാവുമായിട്ടുള്ള ബന്ധം, തൊഴിലിലെ സുഖസൗകര്യങ്ങൾ, സർക്കാരിൻ്റെ ചില നേട്ടങ്ങൾ, അപ്പോൾ അങ്ങനെയുള്ള ചില മേഖലകളെയൊക്കെ ഈ സൂര്യൻ്റെ 4ലേക്കുള്ള രാശിമാറ്റം സ്വാധീനിക്കും. അപ്പോൾ പൊതുവെ നമുക്ക് കുടുംബത്തിൽ ഒരു ട്രാൻസ്ഫർമേഷൻ്റെ സമയം എന്ന് പറയാം. അതായത് നമുക്ക് ഈ ആത്മകാരകനായിട്ടുള്ള സൂര്യനാണ് 4ൽ വരുന്നത്, മോക്ഷകാരകനായിട്ടുള്ള കേതുവാണ് ആ 4ൽ യോഗം ചെയ്യുന്നത്. അപ്പോൾ കുടുംബത്തിൽ പൊതുവേ നമുക്ക് കുടുംബാംഗങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ കുടുംബത്തിൽ നമുക്ക് ദൈവികമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൻ്റെ സമയം എന്ന് പറയാം. ഇപ്പോൾ ധ്യാനം, പ്രാർത്ഥനകളിലൊക്കെ ചിലപ്പോൾ കുടുംബാംഗങ്ങളൊക്കെ പങ്കെടുക്കുന്നതിന് സാധ്യതയുണ്ട്. ആചാരങ്ങളൊക്കെ പാലിക്കുന്ന ഒരു സമയമാണ്. അതൊക്കെ കുടുംബത്തിൽ നമുക്ക് ഗുണാനുഭവം ഉണ്ടാക്കും എന്ന് തന്നെ പറയാം. അപ്പോൾ അതേസമയം നമ്മൾ തൊഴിൽ ജീവിതത്തിലും നമ്മൾ കുടുംബ ജീവിതത്തിലും നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കുടുംബാംഗങ്ങളോടായാലും അതുപോലെ തന്നെ തൊഴിലിടത്തായാലും അല്പ ക്ഷമ വേണം. അതുപോലെ നമുക്ക് സംയമനമൊക്കെ ആവശ്യമായിട്ടുള്ള സമയമാണ്. ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ടെൻഡൻസി ഈ 2 മേഖലയിലും ഒഴിവാക്കേണ്ടുന്ന സമയമാണ്. കുടുംബത്തിൽ മാതാവിൻ്റെ ആധിപത്യമൊക്കെ കൂടുന്ന സമയമായിരിക്കും. മാതാവിന് ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഈ കുടുംബത്തിൽ പ്രത്യേകിച്ച് നമ്മൾ കുടുംബാംഗങ്ങളുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ഈ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ആ ബിഹേവിയറൊക്കെ ഒഴിവാക്കി പോവുകയാണെങ്കിൽ ആ കുടുംബാന്തരീക്ഷം സുഖകരമാകും. അതല്ലാന്നുണ്ടെങ്കിൽ കുടുംബത്തിൽ ചില പ്രയാസങ്ങൾ ഉണ്ടാകാനും സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ പ്രത്യേകിച്ച് ബന്ധുക്കളുമായിട്ടൊക്കെ നമ്മൾ ആത്മീയ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യാവുന്ന ഒരു സമയമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് കുടുംബാംഗങ്ങൾ ചിലപ്പോൾ ദൂരയാത്രകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ പ്ലാൻ ചെയ്യാനും സാധ്യതയുണ്ട്. ഇപ്പോൾ വീട്, വാഹനം വാങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് പൊതുവെ അനുകൂല സമയമാണ്. എങ്കിലും നമ്മൾ ഒരു കെയർ വേണ്ടുന്ന സമയമാണ്. പൊതുവെ നമുക്ക് ഒരു ഇമോഷണൽ പ്രഷർ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാർക്ക് ഒക്കെ തന്നെ ഇപ്പോൾ 4ൽ സൂര്യൻ നിൽക്കുന്നത് നല്ലതാണെങ്കിലും കേതുവും കൂടെ അവിടെ നിൽക്കുന്ന സമയമായതുകൊണ്ട് നമ്മൾ ഇടപാടുകളിലൊക്കെ ഒരു കെയർ വേണം. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലും ഒരു ശ്രദ്ധ വേണം. പ്രോപ്പർട്ടി സംബന്ധമായിട്ടുള്ള കേസുകളിലൊക്കെ വിജയത്തിന് സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ പ്രത്യേകിച്ച് യാത്രകൾക്ക് ഒക്കെ സാധ്യത കാണുന്നുണ്ട്. കുടുംബാംഗങ്ങളുമായിട്ടൊക്കെ യാത്രകൾക്ക് സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ കുടുംബാംഗങ്ങൾക്കിടയിൽ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ആ സൂര്യൻ്റെ 4ലെ സ്ഥിതി കൊണ്ടുണ്ടായെന്ന് വരാം. സൂര്യൻ പ്രത്യേകിച്ച് 4ലൊക്കെ നിൽക്കുമ്പോൾ ഇപ്പോൾ ഡോമിനൻസ് ഒക്കെ കൂടാൻ സാധ്യതയുണ്ട് ഫാമിലി തലത്തിൽ. അപ്പോൾ അത് അങ്ങനെയൊക്കെ ഒരു അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരുമ്പോൾ ഫാമിലി തലത്തിൽ ഒരു സമാധാന അന്തരീക്ഷം കുറയാൻ സാധ്യതയുണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക. സൂര്യൻ കർമ്മസ്ഥാനത്തൊക്കെ ദൃഷ്ടി ചെയ്യുന്നു. 10ൽ രാഹു നിൽക്കുന്ന സമയമാണ്. അപ്പോൾ 10ലൊക്കെ സൂര്യൻ്റെയൊക്കെ ദൃഷ്ടി വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് സർക്കാർ തൊഴിലൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. അതുപോലെ സർവീസിലൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം മേലുദ്യോഗസ്ഥരുമായിട്ടൊക്കെ നമ്മൾ ബന്ധപ്പെടുമ്പോൾ, മേലുദ്യോഗസ്ഥരുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോഴൊക്കെ അല്പം കെയർ വേണം. പ്രത്യേകിച്ച് 10ൽ രാഹു ഉണ്ട്. ആ രാഹുവിനെയാണ് സൂര്യൻ ദൃഷ്ടി ചെയ്യുന്നത്. 2ഉം ശത്രുഗ്രഹങ്ങളാണ്. അതേസമയം തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങളും തൊഴിൽ എക്സ്പാൻഷനും ഒക്കെ അനുകൂല സമയമാണ്. പക്ഷേ നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ മറ്റുള്ളവരോടുള്ള മേലുദ്യോഗസ്ഥരോടും കൂടെ വർക്ക് ചെയ്യുന്നവരോടുള്ള ഇൻ്ററാക്ഷനിലൊക്കെ ഒരു കെയർ വേണം. കഴിവതും ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ടെൻഡൻസി ഒഴിവാക്കി പോകാൻ ശ്രദ്ധിക്കുക. സർവീസിലുള്ളവർക്ക് സ്ഥാനക്കയറ്റത്തിനൊക്കെ സാധ്യതയുണ്ട്.
അപ്പോൾ തൊഴിലുമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോൾ യാത്രകളൊക്കെ ഈ സമയത്തുണ്ടായെന്ന് വരാം. 10-ൽ രാഹുവൊക്കെ ഉള്ളത് കൊണ്ട്, രാഹുവും സൂര്യനും ഒക്കെ ശത്രുഗ്രഹങ്ങളായതുകൊണ്ട് നമ്മൾ തൊഴിലിടത്ത് അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകാതെ നോക്കണം. ഇപ്പോൾ കീഴുദ്യോഗസ്ഥർക്ക് ചിലപ്പോൾ മേലുദ്യോഗസ്ഥരോടെ ഡോമിനൻസ് കൂടുന്ന ഒരു സ്ഥിതിയൊക്കെ ചിലപ്പോൾ അവരുടെ ഭാഗത്തുണ്ടാകാം. അങ്ങനെ അത് ചിലപ്പോൾ ഈ കൂടെ വർക്ക് ചെയ്യുന്നവർക്കിടയിൽ ഈഗോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനൊക്കെ അത് വഴിതെളിക്കും. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് പോവുക. അതുപോലെ നിയമവിധേയമല്ലാത്ത പ്രവർത്തനങ്ങളിൽ കഴിവതും നമ്മൾ അത് ഏത് പ്രവർത്തനത്തിലായാലും, നമ്മളിപ്പോൾ സർക്കാർ സർവീസിലായാലും മറ്റു തരത്തിലുള്ള ജോലി ചെയ്യുന്നവരായാലും നിയമവിധേയമല്ലാത്ത പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. അത് ദോഷമുണ്ടാക്കും. അതുപോലെ നിഗൂഢശാസ്ത്രങ്ങൾ, തത്വശാസ്ത്രങ്ങൾ അഭ്യസിക്കുന്നവർക്ക് ഈ സൂര്യൻ്റെ രാശിമാറ്റം വളരെ ഗുണം ചെയ്യും എന്ന് തന്നെ പറയാം. ഇനി മിഥുനക്കുറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും സൂര്യൻ ചിങ്ങരാശിയിലേക്ക് രാശി മാറുന്നതും സൂര്യനും കേതുവുമായിട്ട് ചിങ്ങൻ രാശിയിൽ യോഗം ചെയ്യുന്നതും എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. മിഥുനക്കുറുകാർ എന്ന് പറയുമ്പോൾ മകര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 2 പാദം, തിരുവാതിര, അതുപോലെ പുണർന്ന നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദത്തിൽ പെടുന്നവരാണ്. ഇപ്പം മിഥുനക്കുറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും സൂര്യൻ 3-ാം ഭാവാധിപനാണ്. 3-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ആഗസ്റ്റ് 17-ന് അവരുടെ 3-ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. അപ്പോൾ 3-ാം ഭാവം എന്ന് പറയുന്നത് സൂര്യൻ്റെ സ്വക്ഷേത്രമാണ്, മൂലത്രികോണ രാശിയാണ്. സെപ്റ്റംബർ 16 വരെ ആ 3-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ 3-ൽ തന്നെ ഉണ്ട്. 3-ാം ഭാവരാശിയിൽ ഇപ്പോൾ കേതു നിൽക്കുന്നുണ്ട്. കേതുവും സൂര്യനുമായിട്ട് 3-ൽ യോഗം വരുന്നുണ്ട്. അപ്പോൾ കേതു മോക്ഷകാരകനാണ്, സൂര്യൻ ആത്മകാരകനാണ്. ആത്മകാരകനും മോക്ഷകാരകനും 3-ാം ഭാവരാശിയിൽ യോഗം ചെയ്യുന്ന സമയമാണ്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ, അതുപോലെ ക്രിയേറ്റീവ് വർക്ക്, നമ്മുടെ എഴുത്ത്, പ്രഭാഷണം, യാത്രകൾ, അതുപോലെ നമ്മുടെ പ്രവർത്തനക്ഷമത, അതുപോലെ ആത്മവിശ്വാസം, ആത്മീയ കാര്യങ്ങൾ, സഹോദരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, വിദേശയാത്രകൾ, ഉന്നത പഠനം, ഇവയൊക്കെ തന്നെ ഈ സൂര്യൻ്റെ 3-ാം ഭാവരാശിയിലേക്കുള്ള രാശിമാറ്റം സ്വാധീനിക്കും എന്ന് മനസ്സിലാക്കുക. പ്രത്യേകിച്ച് പൊതുവെ ശരീരശക്തിയൊക്കെ കൂടുന്ന സമയമാണ്, ഊർജ്ജസ്വലതയുടെ സമയമാണ്, ധൈര്യം വീര്യമൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. പ്രത്യേകിച്ച് 3-ാം ഭാവാധിപൻ 3-ലേക്കൊക്കെ വരുമ്പോൾ. പക്ഷേ കേതുവും കൂടെ 3-ൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേഷനിൽ വളരെ ശ്രദ്ധിക്കണം. 3-ാം ഭാവാധിപൻ 3 നിൽക്കുമ്പോൾ നല്ല തീക്ഷ്ണമായിട്ട് കമ്മ്യൂണിക്കേഷനൊക്കെ നടത്താൻ സാധ്യതയുണ്ട്. പക്ഷേ കമ്മ്യൂണിക്കേഷൻ ഡിപ്ലോമാറ്റിക്കായിട്ട് കൊണ്ടുപോകാൻ ഈ കുറുകാർ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമുക്ക് ഒരേ സമയത്ത് ഒന്നിലധികം കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു കഴിവ് ഈ സമയത്ത് ഉണ്ടാകും. ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ ശക്തമാകുന്ന സമയമാണ്. ഏത് ക്രൈസിസും മാനേജ് ചെയ്യാനുള്ളൊരു കഴിവ്, ഒരു കോമ്പറ്റിറ്റീവ് സ്പിരിറ്റ് ഈ കുറുകാർക്ക് ഉണ്ടാകും. പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്നവർ, കൺസൾട്ടൻസി, അതുപോലെ ബിസിനസ്, മാർക്കറ്റിങ്, അഡ്വർടൈസിങ്, പബ്ലിക് റിലേഷൻ ഇത്യാദി മേഖലകളിലൊക്കെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. അതേസമയം നമ്മൾ കമ്മ്യൂണിക്കേഷനിൽ തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മൾ പ്രഭാഷണമൊക്കെ ചിലരെ സംബന്ധിച്ചിടത്തോളം പ്രഭാഷണം ചിലപ്പോൾ കണ്ടക്ട് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ പ്രഭാഷണം നടത്തുന്നതിനോ ഒക്കെ സാധ്യതയുള്ള സമയമാണ്. കമ്മ്യൂണിക്കേഷനിൽ കഴിവതും നമ്മൾ ഏതെങ്കിലും ഒരു വിഷയത്തെപ്പറ്റി ആധികാരികമായിട്ട് സംസാരിക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് അറിഞ്ഞുകൂടാ എന്നുള്ളൊരു തോന്നലിൽ അല്പം ഇഗോയിസ്റ്റിക് ആയിട്ടുള്ള ടെൻഡൻസി ചിലപ്പോൾ നമ്മുടെ ഭാഗത്ത് വരാം. പക്ഷേ അത് കേതുവിൻ്റെ 3-ലെ സ്ഥിതി കൊണ്ട് അത്തരത്തിലുള്ള ഇഗോയിസ്റ്റിക് ടെൻഡൻസി കുറയ്ക്കാൻ കഴിയും എന്നും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് ഈ ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് കുറയ്ക്കാൻ ആ കേതു 3-ൽ നിൽക്കുന്നത് ഗുണം ചെയ്യും എന്ന് തന്നെ പറയാം. എഴുത്തുകാർക്ക്, പ്രഭാഷകർക്ക്, അതുപോലെ പ്രസാധകർക്ക് ഒക്കെ തന്നെ അവരുടെ കഴിവ് തെളിയിക്കാൻ കഴിയുന്ന സമയമാണ്. അവരുടെ ആ മേഖലകളിലൊക്കെ അവർക്ക് ഷൈൻ ചെയ്യാൻ കഴിയും. തൊഴിലിൽ പൊതുവെ ആക്റ്റീവാകും. തൊഴിൽ അന്വേഷകർക്ക് ആത്മവിശ്വാസത്തിൻ്റെ സമയമാണ്. കോമ്പറ്റിറ്റീവ് സ്പിരിറ്റൊക്കെ കൂടുന്ന സമയമാണ്. ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കാൻ വളരെ പെട്ടെന്ന് വളരെ ബോൾഡായിട്ടുള്ള തീരുമാനം എടുക്കാനുള്ള ഒരു കഴിവൊക്കെ നമുക്ക് തരും. പക്ഷേ നമ്മൾ ഈ തീരുമാനം എടുക്കുമ്പോൾ ഒരു കെയർ വേണം. പ്രത്യേകിച്ച് 3-ൽ കേതു നിൽക്കുകയാണ്. സൂര്യനും കേതുവും ശത്രുഗ്രഹങ്ങളും കൂടെയാണ് എന്നും കൂടെ മനസ്സിലാക്കുക. അതുപോലെ വ്യക്തിബന്ധങ്ങളിൽ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം.
ചിലപ്പോൾ ഈഗോ പ്രശ്നങ്ങൾ പൊന്തി വരാൻ സാധ്യതയുണ്ട്. അവിടേക്ക് ശ്രദ്ധിക്കുക. അതുപോലെ സഹോദരം, മൂന്നാം ഭാവം സഹോദര സ്ഥാനവും കൂടിയാണ്. ഇവിടെ മൂന്നാം ഭാവത്തിൽ നിൽക്കുന്നത് സഹോദരങ്ങളെ കൊണ്ട് സഹോദരങ്ങൾക്ക് ഗുണം ചെയ്യും എങ്കിൽ തന്നെയും കേതുവും കൂടെ അവിടെ നിൽക്കുമ്പോൾ സഹോദരങ്ങളുമായിട്ട് നമ്മൾ കഴിവതും ഈഗോയിസ്റ്റിക്കായിട്ട് അവരോട് ബിഹേവ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. അത് ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കാൻ വഴിതെളിക്കും. അതുപോലെ തന്നെ സൂര്യൻ അവിടെ ഈ മൂന്നാം ഭാവ രാശിയിൽ നിന്നുകൊണ്ട് 9 ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഭാഗ്യസ്ഥാനത്ത്. അപ്പോൾ അത് നമുക്ക് സ്പിരിച്വൽ കാര്യങ്ങളിലൊക്കെ ഫോക്കസ് കൂടാൻ അത് വഴിതെളിക്കും. സ്പിരിച്വൽ നോളജ് ആർജിക്കാനുള്ള ഒരു ശ്രമമൊക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ നമുക്ക് മതവിശ്വാസവുമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൊക്കെ നമ്മൾ ചിലപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കും. ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം കൂടും. ആത്മകാരകനും മോക്ഷകാരകനുമാണ് സൂര്യനും അതുപോലെ കേതും. അതുപോലെ ആ 9 നിൽക്കുന്ന രാഹുവിനെ ആ സൂര്യനൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ധർമ്മചിന്തയൊക്കെ കൂടാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ പുതിയ ഗുരുക്കന്മാരെയൊക്കെ കണ്ടുമുട്ടുന്നതിനും അവരുടെ ഗൈഡൻസ് ഒക്കെ കിട്ടുന്നതിനൊക്കെ സാധ്യതയുണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക. അതുപോലെ നമ്മൾ ആർജിക്കുന്ന അറിവ് നമ്മൾ പ്രത്യേകിച്ച് സ്പിരിച്വൽ നോളജ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനുള്ള ഒരു ശ്രമമൊക്കെ ഈ സമയത്ത് ഉണ്ടാകും. വിദേശത്തൊക്കെ ഉയർന്ന ലക്ഷ്യങ്ങളൊക്കെ കൈവരിക്കാനുള്ള ഒരു പോരാട്ട വീര്യമൊക്കെ ഈ സമയത്തുണ്ടാകും. പ്രത്യേകിച്ച് 3 നിൽക്കുന്ന സൂര്യനാണ് 9 ദൃഷ്ടി ചെയ്യുന്നത്. അതുപോലെ വിദേശ യാത്രകൾ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ളൊരു അവസരങ്ങളാണ്. അതിനുള്ള പ്ലാനിങ് ഒക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം. ചിലപ്പോൾ യാത്രകളിലൊക്കെ ഗുരുക്കന്മാരെ കണ്ടു മീറ്റ് ചെയ്യുന്നതിനോ അവരുടെയൊക്കെ നല്ല അഡ്വൈസൊക്കെ കിട്ടുന്നതിനോ സാധ്യതയുണ്ട്. അതേസമയം ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 9 രാഹു നിൽക്കുകയും അവിടെ സൂര്യൻ്റെ ദൃഷ്ടി വരികയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ മുതിർന്നവരുമായിട്ട് അധ്യാപകരുമായിട്ട് പിതാവുമായിട്ട് അതുപോലെ മെൻറ്റേഴ്സ് ഇവരുമായിട്ടൊക്കെ നമ്മൾ ഇൻ്ററാക്ട് ചെയ്യുമ്പോൾ കഴിവതും നമ്മൾ ഒരു പ്രകോപനപരമായിട്ട് ഇൻ്ററാക്ട് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം. അത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ പ്രത്യേകിച്ച് ഈ ആത്മീയ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ കൂടുതൽ നമ്മൾ ഡിപ്ലോമാറ്റിക്കായിട്ട് അത് ചർച്ച ചെയ്യണം. അത് ഒരു ഇഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു മൈൻഡോടുകൂടി അത് ചർച്ച ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അതൊക്കെ നമുക്ക് ഗുണാനുഭവം ഉണ്ടാക്കും എന്നും കൂടെ മനസ്സിലാക്കുക. കഴിവതും നമ്മൾ മുതിർന്നവരുമായിട്ട് പ്രകോപനപരമായിട്ട് റിയാക്ട് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം. 9 സൂര്യൻ ആ 9 നിൽക്കുന്ന രാഹുവിനെ ദൃഷ്ടി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് രാഹു സൂര്യൻ ശത്രുഗ്രഹങ്ങളാണ് എന്നുള്ളത് കൊണ്ട് നമുക്കിപ്പോൾ ഹയർ എഡ്യൂക്കേഷൻ തലത്തിലൊക്കെ വർക്ക് ചെയ്യുന്നവർ അവരവരുടെ അധ്യാപകരുമായിട്ടൊക്കെ ഇൻ്ററാക്ട് ചെയ്യുമ്പോൾ വളരെ ഡിപ്ലോമാറ്റിക്കായിട്ട് ഇൻ്ററാക്ട് ചെയ്യാൻ ഈ കുറുകാർ ശ്രദ്ധിക്കുക. ഇനി നമ്മൾ കർക്കിടക കുറുകാർക്കും കർക്കിടക ലഗ്നക്കാർക്കും സൂര്യൻ ചിങ്ങം രാശിയിലേക്ക് രാശി മാറുന്നതും അതുപോലെ ചിങ്ങം രാശിയിൽ സൂര്യനും കേതുവുമായിട്ട് യോഗം ചെയ്യുന്നതും എങ്ങനെയായിരിക്കും അവരെ സ്വാധീനിക്കുന്നു നോക്കാം. കർക്കിടക കുറുകാരെന്ന് പറയുമ്പോൾ പുണർന്ന നക്ഷത്രത്തിൻ്റെ അവസാന പാദം പൂയം ആയില്യ നക്ഷത്രക്കാരാണ്. കർക്കിടക കുറുകാർക്കും കർക്കിടക ലഗ്നക്കാർക്കും സൂര്യൻ 2ാം ഭാവാധിപനാണ്. 2ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ആഗസ്റ്റ് 17 2ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. സെപ്റ്റംബർ 16 വരെ ആ സൂര്യൻ 2ാം ഭാവരാശിയിൽ ഉണ്ടാകും. 2ാം ഭാവം സൂര്യൻ്റെ സ്വക്ഷേത്രമാണ്. 2ാം ഭാവം സൂര്യൻ്റെ മൂലത്രികോണ രാശിയാണ്. സൂര്യന് ബലം കൂടുന്ന സമയമാണ് ആ 2ാം ഭാവരാശിയിൽ സൂര്യൻ വരുമ്പോൾ. അതേസമയം ആ 2ാം ഭാവരാശിയിൽ കേതു സ്ഥിതി ചെയ്യുന്നുണ്ട്. സൂര്യൻ ആത്മകാരകനും സൂര്യൻ മോക്ഷകാരകനുമാണ്. അപ്പോൾ 2ാം ഭാവരാശിയിൽ സൂര്യ കേതു യോഗം വരുന്ന സമയമാണ്. അപ്പോൾ പ്രത്യേകിച്ച് 2ാം ഭാവരാശിയിലാണ് സൂര്യൻ വരിക എന്ന് പറയുമ്പോൾ നമുക്ക് ധനം, അതുപോലെ കുടുംബം, സമ്പാദ്യം, നമ്മുടെ സംസാരം, അതുപോലെ റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക്, ജോയിൻ്റ് അസറ്റ്, ഇവയൊക്കെ തന്നെ സൂര്യൻ്റെ രാശിമാറ്റം സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. സംസാരത്തിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. 2 കേതുവും സൂര്യനുമാണ്. ആത്മീയ വിഷയങ്ങൾ ചിലപ്പോൾ സംസാരത്തിലൊക്കെ കടന്നു വരുന്നത് അത് ഗുണം ചെയ്യും. അത് നമുക്ക് ആത്മീയമായ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അവതരിപ്പിക്കാനൊക്കെ കഴിയുന്ന സമയമായിരിക്കും. അപ്പോൾ അതൊക്കെ ഗുണാനുഭവം ഉണ്ടാകും. പ്രത്യേകിച്ച് ഈ 2ാം ഭാവാധിപൻ 2ൽ തന്നെ ബലവാനായിട്ട് വരുമ്പോൾ സാമ്പത്തിക സ്ഥിതി ഇമ്പ്രൂവ് ചെയ്യാവുന്ന സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കുക. സമ്പാദ്യം വർദ്ധിപ്പിക്കാനുള്ള, ബാങ്ക് ബാലൻസ് വർദ്ധിപ്പിക്കാനുള്ള ഒരു ശ്രമമൊക്കെ ഉണ്ടാകും. എങ്കിലും നമ്മൾ ഫിനാൻഷ്യൽ തലത്തിൽ ഒരു കെയർ വേണ്ടുന്ന സമയമാണ്. അവിടെ കേതുവും കൂടെ നിൽക്കുകയാണ്. അപ്പോൾ 2ാം ഭാവാധിപൻ 2ൽ വരുന്നത് സാമ്പത്തികമായിട്ട് ഗുണാനുഭവം തരും. എങ്കിലും കേതു ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ്റെ ഗ്രഹമാണ് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഈ ഫിനാൻഷ്യൽ തലത്തിലുള്ള ഒരു
പ്ലാനിങ് ഒക്കെ ആവശ്യമാണ്, ഒരു കെയറൊക്കെ ആവശ്യമായിട്ടുള്ള സമയമാണ്. ചിലപ്പോൾ അമിത ചിലവൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈഗോ ബേസ്ഡ് ആയിട്ടുള്ള സ്പെൻഡ്, ഇപ്പോൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയൊക്കെ നമ്മൾ പണം ഇങ്ങനെ നമ്മൾ ഈ ധാരാളിത്തം കാണിക്കാൻ വേണ്ടിയൊക്കെയുള്ളൊരു ചിലവൊക്കെ ചിലപ്പോൾ നമ്മൾ നടത്താൻ സാധ്യതയുണ്ട്. അങ്ങനെ ഇഗോയിസ്റ്റിക് ആയിട്ടുള്ള സ്പെൻഡിങ് കഴിവതും ഈ സമയത്ത് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. അത് ധനസ്ഥിതി ഇമ്പ്രൂവ് ചെയ്യുന്നതിന് സഹായമാകും. ഇപ്പോൾ ബാങ്കിങ് സെക്ടർ, അതുപോലെ ഈ പണം ഇടപാട് സ്ഥാപനങ്ങളൊക്കെ നടത്തുന്നവർ, കുടുംബ ബിസിനസ്സുകാർ, ഇവർക്കൊക്കെ ആ രണ്ടാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ രണ്ടിലേക്കൊക്കെ വരുന്നത് ഗുണം ചെയ്യും. സാമ്പത്തിക നേട്ടങ്ങളൊക്കെ ഉണ്ടാകും. മാത്രമല്ല നമുക്ക് സമ്പത്ത് കൈവരിക്കാനുള്ള മാർഗങ്ങളൊക്കെ കണ്ടെത്താനുള്ള ഒരു സമയം കൂടിയായിട്ട് നമുക്ക് എടുക്കാം. അപ്പം നേരായ മാർഗങ്ങളിലൂടെയൊക്കെയാണ് നമ്മൾ ഈ സാമ്പത്തിക സ്ഥിതി ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് ഗുണം ചെയ്യും എന്നും കൂടെ മനസ്സിലാക്കുക. കുടുംബത്തിലൊക്കെ കമ്മിറ്റ്മെൻറ്റ് കൂടും. എങ്കിലും സൂര്യൻ കുടുംബത്തിൽ അല്പം ഡോമിനൻസ് കൂട്ടുന്ന ഗ്രഹമാണ്. അപ്പോൾ കുടുംബാംഗങ്ങളോടൊക്കെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഒക്കെ വളരെ ശ്രദ്ധിക്കണം. അഗ്രസീവ് എനർജി കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അഗ്രസീവ് ബിഹേവിയർ കഴിവതും ഒഴിവാക്കി പോകാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മൾ കുടുംബ അംഗങ്ങൾക്കിടയിൽ നമ്മൾ ഒരു ഈഗോ വരാതെയൊക്കെ നോക്കണം. അതുപോലെ കഴിവതും നമ്മൾ പൊളൈറ്റായിട്ട് ഡിപ്ലോമാറ്റിക്കായിട്ട് കുടുംബത്തിൽ ബിഹേവ് ചെയ്യാൻ ശ്രമിക്കുക. കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആ ഡിപ്ലോമാറ്റിക്കായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കൊണ്ട് തന്നെ കഴിയും എന്ന് മനസ്സിലാക്കുക. അതുപോലെ നമ്മൾ കുടുംബാംഗങ്ങളെ പരസ്പരം ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കുക. അതൊക്കെ നമ്മൾ വച്ചു പുലർത്തി പോകേണ്ടുന്ന സമയമാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ അഭിപ്രായ സ്വാതന്ത്ര്യമൊക്കെ നിലനിർത്തി പോകാനൊക്കെ നമ്മൾ ശ്രദ്ധിക്കും. നമ്മൾ സ്വാതന്ത്ര്യം കൂടുതൽ കാട് കയറുന്ന ഒരവസ്ഥ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ അതേസമയം സർക്കാർ സർവീസിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ചില മാറ്റങ്ങൾ, ചില ട്രാൻസ്ഫർ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടായി എന്ന് വരാം. അപ്പോൾ നമ്മൾ മേലുദ്യോഗസ്ഥർ പ്രത്യേകിച്ച് അവർ തീരുമാനമൊക്കെ എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. കാരണം അതുപോലെ തന്നെ നമ്മൾ ഈ അഷ്ടമത്തിലേക്ക് ആ സൂര്യൻ്റെ ദൃഷ്ടി വരുന്ന സമയം കൂടിയാണ്. അഷ്ടമത്തിൽ രാഹു നിൽക്കുന്ന സമയമാണ്. അപ്പോൾ റിലേഷൻഷിപ്പിൽ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. പേഴ്സണൽ റിലേഷൻഷിപ്പിൽ ഈഗോ വരാതെയൊക്കെ നോക്കണം. അതുപോലെ തൊഴിലിനും നമ്മൾ കെയർ ചെയ്യേണ്ടുന്ന സമയമാണ്. തൊഴിലിടത്ത് തർക്കങ്ങളൊക്കെ ഉണ്ടാകാതെ നോക്കണം. ഇപ്പോൾ ഗ്രൂപ്പായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് വലിയ പ്രശ്നങ്ങൾ കാണുന്നില്ല. ഇപ്പോൾ നിഗൂഢ ശാസ്ത്രങ്ങളൊക്കെ അഭ്യസിക്കുന്നവർക്ക്, അതുപോലെ ഗവേഷണം നടത്തുന്നവർക്ക്, ശാസ്ത്രജ്ഞർക്ക്, അതുപോലെ അന്വേഷണ ഏജൻസിയിൽ പ്രവർത്തിക്കുന്നവർ, അവർക്കൊക്കെ അനുകൂല സമയമാണ്. എങ്കിലും നമ്മൾ ഈ മറ്റുള്ളവരോട്, ഇപ്പോൾ നമ്മൾ ഒരു സത്യാവസ്ഥ കണ്ടെത്താൻ വേണ്ടിയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ കഴിവതും ഒരു അഗ്രസീവ് എനർജി ഇവരുടെ ഭാഗത്ത് ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ചിലരെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമായിട്ടുള്ള ധനനേട്ടത്തിൻ്റെ സമയം കൂടിയാണ് എന്നും കൂടെ മനസ്സിലാക്കുക. അതുപോലെ തന്നെ വിവാഹ ആലോചനകളിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രയാസങ്ങൾ, അല്ലെങ്കിൽ മാരിറ്റ് റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസൊക്കെ ചിലപ്പം ഉണ്ടാകാവുന്ന സമയം കൂടിയാണെന്നും കൂടെ മനസ്സിലാക്കുക. ആഹാരത്തിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് സാത്വികമായിട്ടുള്ള ആഹാരം ഈ സമയത്ത് നമ്മൾ കഴിക്കുക. അതൊക്കെ നമുക്ക് ഗുണം ചെയ്യും. നമ്മുടെ സ്വഭാവത്തിലൊക്കെ ഒരു മാറ്റം വരുത്തും. അതുപോലെ തന്നെ നമുക്ക് ഈ ചിലരെ സംബന്ധിച്ചിടത്തോളം ദന്തസംബന്ധമായിട്ടോ അല്ലെങ്കിൽ നയന സംബന്ധമായിട്ടോ ചെറിയ ഇഷ്യൂസ് ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം. കുടുംബത്തിൽ കമ്മിറ്റ്മെൻറ്റ് കൂടുന്ന സമയമാണ് എന്നുള്ളത് കൊണ്ട് കുടുംബ ചെലവ് കൂടാൻ സാധ്യതയുണ്ട്. അഷ്ടമത്തിൽ നിൽക്കുന്ന രാഹുവിനെ സൂര്യൻ ദൃഷ്ടി ചെയ്യുന്ന സമയമായതുകൊണ്ട് നമ്മൾ ദൂരയാത്രകളിലൊക്കെ ഒരു കെയർ വേണം. ചിലർക്ക് ഈ നാഭിക്ക് താഴെ എന്തെങ്കിലുമൊക്കെ ചെറിയ പെയിൻ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഇവയ്ക്കൊക്കെ സാധ്യതയുണ്ട്. എക്സ്ക്രീറ്ററി സിസ്റ്റത്തിൽ എന്തെങ്കിലുമൊക്കെ ഡിസോർഡർ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു ശ്രദ്ധ കൊടുത്ത് പോകുന്നത് നല്ലതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.